ഷൈനുഹു, ഇവിടെ നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് ആവശ്യമായ അല്ലെങ്കിൽ അവരുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള അക്കാദമിക് ദിവസങ്ങൾ ഉറപ്പാക്കുക എന്നതുകൂടി സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ബാധ്യതയാണല്ലോ. അതുകൂടി മന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ അതിശക്തമായ മഴ മൂലം സ്കൂളുകൾക്ക് നഷ്ടമാകുന്ന ദിവസങ്ങളുണ്ടല്ലോ, അതൊന്ന് റീപ്ലേസ് ചെയ്യാൻ മറ്റെന്തെങ്കിലും വഴികളുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പം ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് പോലെയുള്ള ഒരു ജില്ലയിൽ ഈ വർഷം ശക്തമായ മഴ മൂലം നമുക്ക് ഒരുപാട് പ്രവൃത്തി ദിവസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതേസമയം മിക്കപ്പോഴും നമ്മൾ കാണുന്നത് അത് കോഴിക്കോട് ജില്ലയുടെ എല്ലാ ഭാഗത്തും അത്തരം മഴയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമായ സംഗതികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളിലും ഒരുപക്ഷെ ഒരേ സമയം ഒരു ജില്ലയിൽ മൊത്തം ലീവുകൾ കൊടുക്കേണ്ട അവസരം സ്വാഭാവികമായി സംഭവിക്കില്ല. അതേപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ എണ്ണം എത്രയാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ എണ്ണം വളരെ തുച്ഛമായിരിക്കാം. അപ്പം അത്തരം സ്കൂളുകൾക്കോ പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ വാർഡുകൾക്കോ ഒക്കെ അവധികളൊക്കെ പ്രഖ്യാപിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ നിലവിൽ ഉണ്ടായിരിക്കെ വലിയ വലിയ ജില്ലകളിലൊക്കെ തുടർച്ചയായി 2-3 ദിവസങ്ങളൊക്കെ അവധി കൊടുക്കുന്നത് ഒരു വലിയ പ്രയാസമാണ്. അപ്പോൾ അക്കാദമിക ദിവസങ്ങൾ നഷ്ടപ്പെടരുത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ KER പരിഷ്കരണം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വലിയ തടസ്സമാണ്. ഇപ്പോൾ ഒരു 4-5 ദിവസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഏപ്രിൽ മാസത്തേക്ക് ഒരു 5 ദിവസം എടുക്കുക അല്ലെങ്കിൽ ഒരാഴ്ച ക്ലാസ് എടുക്കുക എന്നതുപോലും നിലവിലെ ചട്ടം അനുസരിച്ച് പ്രയാസമാണ്. അതിനുള്ള പ്രയാസങ്ങൾ നീക്കി ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നത് നല്ലതാണ്. അതൊരു കീറാമുട്ടി പോലെ ഇപ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ കാണാറുണ്ട്, അധ്യാപകരുടെ അവധിയുമായി അല്ലെങ്കിൽ ലീവ് ലോങ് ലീവ് ഒക്കെ എടുത്ത് പോയ അധ്യാപകർ മെയ് 30 വരെ ലീവ് എടുത്ത് അവർ 1-ാം തീയതി ജോയിൻ ചെയ്യാനിരിക്കുമ്പോൾ ചിലപ്പം വെക്കേഷൻ അഥവാ സ്കൂൾ തുറക്കുന്ന ദിവസം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം റൂള് പ്രകാരം സ്കൂൾ തുറന്നാൽ ഒപ്പിടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വളരെ ശക്തമായ വെക്കേഷനുമായി ബന്ധപ്പെട്ട വളരെ കൃത്യമായ റൂളുകളും ചട്ടങ്ങളും നിലവിലുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അത്തരം റിജിഡായ റൂളുകളൊക്കെ പരിഷ്കരിക്കണമെന്നതിനെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതേസമയം നേരത്തെ സൂചിപ്പിച്ച എല്ലാ ആശങ്കകൾക്കും അടിസ്ഥാനമുണ്ട്. ആശങ്കകളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്നാണ് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നത്.